വേണ്ടി ആരിൽ വേണ്ടി ഞാൻ പാലമേ പോകുമ്പോൾ എൻ കേൾക്കും ഞാൻ പ്രിയ കേൾക്കും ഞാൻ രോഗദുഃഖങ്ങൾ പീഡകളേറുമ്പോൾ ക്രൂശിൽ പങ്കപ്പെടുക യേശു ഓതിടും ഓതിടും ദേഹം മണ്ണിൽ ഉപേക്ഷിച്ചു പ്രാണപ്രിയ ചേരുമ്പോൾ ഗോലാന്തരങ്ങൾ തന്നിടും യാത്ര തുണാം സംഘത്തിൽ കണ്ണാൽ തീരങ്ങൾ സ്വർണ്ണ വീതികൾ പാടും ഞാൻ പാടും ഞാൻ. വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് പുറത്തിറങ്ങിയ ഒരു ഗാനം. എൻ്റെ വീടിരിക്കുന്ന കരിയമ്പ്ലാവിലെ ഒരു ദേവദാസൻ എഴുതിയ പാട്ടാണത്. പെന്തക്കോസ്ത് സഭയുടെ ലീഡറാണ് പാസ്റ്റർ OM രാജകുട്ടി, അദ്ദേഹം എഴുതിയ പാട്ടാണത്. ഒരുപാട് പേര് അത് ആ പാട്ട് ഏറ്റുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. തൊട്ടടുത്തായതുകൊണ്ട് അവരുടെ പല പ്രതിസന്ധികളും നമുക്കറിയാം. ആ ദേവദാസനെതിരെ, അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ, ആ പ്രസ്ഥാനത്തിനെതിരെ, വേൾഡ് മിഷൻ ഇവാഞ്ചലിസം എന്നൊരു പ്രവർത്തനമാണത്. ആ പ്രവർത്തനത്തിനെതിരെ പല എതിർപ്പുകൾ വന്ന സമയങ്ങളിൽ അവർ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച സന്ദർഭങ്ങളിലൊക്കെ ദൈവം അവർക്ക് കൊടുത്ത വരികളാണ് ഇവയൊക്കെ. പ്രിയ പൈതല് വളരെ നന്നായിട്ട് ആ ഗാനം ആലപിച്ചു. പ്രിയ മകളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജിൻസി ഒരല്പം വൈകിപ്പോയി കൊച്ചിനെ കൊണ്ട് ഇവിടെ പാടിക്കാനായിട്ട്, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും ആശ്ലി മോളെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇനിയും ധാരാളം ഗാനങ്ങൾ കർത്താവിന് വേണ്ടി പാടുവാനായിട്ട് ദൈവം കൃപ കൊടുക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം സ്നേഹവും നന്ദിയും പ്രിയ മോളോട് ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ദൈവവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രിയ സഹോദരി സുനിജ ഗോൾഡ്. ചേച്ചി കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം പറയുന്നു. നാം കഴിഞ്ഞ ആഴ്ച ആന്റി ചോദിച്ച ഒരു സംശയം ഉണ്ടായിരുന്നു.
ലാസറസിന്റെയും റിച്ച് മാന്റെയും അത് വന്ന് പാരബിൾ ആണോ റിയൽ സ്റ്റോറി ആണോ എന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി. ആക്ച്വലി അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ രണ്ട് തരത്തിലുള്ള വ്യൂസ് ഉണ്ട്. ചിലർ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണെന്നും ചിലർ വിശ്വസിക്കുന്നത് പാരബിൾ എന്നുമാണ്. എന്നാൽ മോസ്റ്റ്ലി ഏറ്റവും അധികം ബൈബിൾ സ്കോളേഴ്സും ബൈബിൾ സ്റ്റഡി ബുക്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് പാരബിൾ എന്നാണ്. കാരണം പാരബിൾ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നത് ഈ ലോകത്തിലല്ല സ്വർഗത്തിൽ എന്താണ് വെച്ചിട്ടുള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടാണ് ദൈവം അവിടെ ആ പാരബിൾ പറഞ്ഞിട്ടുള്ളതും. അതുപോലെ ലാസറസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ലാസറസ് എന്ന് പറയുമ്പം നമുക്കറിയാം പല വ്യക്തികളെ കുറിച്ച് ദൈവം പാരബിൾ യൂസ് ചെയ്ത് നമുക്കറിയാം. പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച് അറിയാം, അതുപോലെ തന്നെ സമരിയക്കാരനെ കുറിച്ച്, അങ്ങനത്തെ പാരബിൾസ് ഒക്കെ നമുക്കറിയാം. ഉപമകളൊക്കെ യേശുക്രിസ്തു യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് 10 കോയിൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പല അവരുടെ കൾച്ചറുമായിട്ടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഉപമ അല്ലെങ്കിൽ സ്റ്റോറിയിലൂടെ ദൈവത്തിന്റെ കാര്യങ്ങളെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അബ്രഹാമിന്റെ മടി എന്ന് പറയുമ്പം അബ്രഹാമിന്റെ മടിയിൽ എല്ലാവർക്കും ഇരിക്കുവാനായിട്ട് പറ്റുമോ? നമുക്കത് അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അബ്രഹാമിന്റെ മടി എന്ന് പറയുമ്പോൾ പരദീസ്, അതായത് പണ്ഡിതന്മാർ പറയുന്നത് പാതാളത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സ്ഥലം, അതായത് പാതാളത്തിൽ ഇരിക്കുന്ന ഈ രക്ഷിക്കപ്പെടാത്തവരായിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് നോക്കുമ്പോൾ മുകളിൽ, അതായത് സ്വർഗത്തിലല്ല പരദീശിയെ കുറിച്ച് പറയുന്നത് ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതായത് സ്വർഗവും നരകവും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ ദൈവിക പ്രമാണത്തിലൂടെ നടക്കുന്നവർക്ക് സ്വർഗവും അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്തവർക്ക് നരകവും ഉണ്ടെന്ന് ദൈവം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഉപമയാണ് ഇത്. അത് ഉപമയാണെങ്കിലും ശരി, യഥാർത്ഥത്തിൽ നടന്നതാണെങ്കിലും ശരി, ദൈവം പറഞ്ഞിട്ടുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഉപമ. പക്ഷെ മോസ്റ്റ്ലി ഉപമയായിരിക്കാനാണ് സാധ്യത. എന്നാൽ അബ്രഹാമിന്റെ സൈഡ് അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി എന്ന് പറയുമ്പോൾ പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ അബ്രഹാം സൈഡ് അല്ലെങ്കിൽ എ പ്ലേസ് ഓഫ് കംഫോർട്ട് ആൻഡ് റെസ്റ്റ്. അതിനെ ഈ ഉപമയിലൂടെ റിയാലിറ്റി ഓഫ് ഹെവനും ഹെല്ലും അതിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്. അപ്പം പാരബിൾ ആണെങ്കിലും ശരി, യഥാർത്ഥത്തിൽ നടന്നതാണെങ്കിലും നമുക്കത് യാതൊരു ബന്ധവുമില്ല. കാരണം ദൈവം ഒരു സത്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ട്രൂത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മോസ്റ്റ്ലി ബിലീവ് ചെയ്യുന്നത് ഇത് പാരബിൾ എന്നാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ആന്റി, ഉഷാന്റി. ഓക്കെ ഇന്ന് നമ്മള് ഏകദേശം അവസാനത്തെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ആക്ച്വലി ഈ ആഴ്ച കൊണ്ട് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ ആഴ്ച പറഞ്ഞു തീർക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നപ്പം ഈ അവസാനത്തെ ആഴ്ച ഈ ആഴ്ച കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഒരാഴ്ചയും കൂടെ നീണ്ടു പോകും തോന്നുന്നു. ഏതായാലും അവസാനത്തെ ആഴ്ചക്ക് മുമ്പ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു 3 വർഷം പ്രവർത്തിച്ചെന്ന് ആരെങ്കിലും, 3 അല്ലെങ്കിൽ 3.5 വർഷം പ്രവർത്തിച്ചെന്ന് ആരെങ്കിലും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ആരെങ്കിലും ഒന്ന് പറയാമോ? എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ. യേശുക്രിസ്തു 3 വർഷം ആണ് പ്രവർത്തിച്ചത് എന്ന് ആരെങ്കിലും, 3 അല്ലെങ്കിൽ 3.5 വർഷം പ്രവർത്തിച്ചെന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് അത് എങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? 30 വയസ്സിലാണ് കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചത്. ഓക്കെ, വെരി ഗുഡ്. അത് ഒരു ആൻസർ ആണ്. ലൂക്കോസ് 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ 30-ാമത്തെ വർഷം യേശുക്രിസ്തു ആരംഭിച്ചു എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്, അല്ലെ? പിന്നെ നമ്മള് യോഹന്നാൻ സുവിശേഷത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു 3 പെസഹ ആചരിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം, അതുപോലെ തന്നെ യോഹന്നാൻ 12-ാമത്തെ 1-ാമത്തെ വാക്യം, യോഹന്നാൻ 13-ന്റെ 1-ഉം
പിന്നെ യോഹന്നാൻ 19-ാം അധ്യായം 14-ാമത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ആചരിച്ച പെസഹായിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ തന്റെ പ്രവർത്തനം ആരംഭിച്ചു. യേശുക്രിസ്തുവിന്റെ 30 വർഷത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് സുവിശേഷങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ 3.5 വർഷം യേശുക്രിസ്തു എന്താണ് ചെയ്തതെന്നാണ് കൂടുതലായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ ആരെങ്കിലും ആന്റിമാരോടോ ചേച്ചിമാരോടൊക്കെ വന്ന് ചോദിക്കുവാണെങ്കിൽ ഇത്രയും ദിവസം ഇതൊക്കെ പഠിച്ചു, നിങ്ങൾ എങ്ങനെയാ യേശുക്രിസ്തു 3.5 വർഷം പ്രവർത്തിച്ചെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി പറഞ്ഞ പോലെ ലൂക്കോസ് 3-ാമത്തെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ 30-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു പ്രവർത്തനം ആരംഭിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ 3 പെസഹ യേശുക്രിസ്തു ആചരിച്ചു എന്ന് പറയാനായിട്ട് ലൂക്കോസ് അല്ല യോഹന്നാൻ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം, 6-ാം അധ്യായം 4-ാമത്തെ വാക്യം, പിന്നെ 11-ാം അധ്യായം 55-ാമത്തെ വാക്യം, യോഹന്നാൻ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, 13-ാം അധ്യായം 1-ാമത്തെ വാക്യം, യോഹന്നാൻ 19-ാം അധ്യായം 14-ാമത്തെ വാക്യം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഒന്നുകൂടെ പറയാമോ? ഓക്കെ. യോഹന്നാൻ 2:13, 6-ാം അധ്യായം 4-ാമത്തെ വാക്യം, 11-ാം അധ്യായം 55-ാമത്തെ വാക്യം, യോഹന്നാൻ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, 13:1, യോഹന്നാൻ 19:14. ലൂക്കോസ് സുവിശേഷത്തിന്റെ അത് റെഫറൻസ് ഒന്ന് പറഞ്ഞു. ലൂക്കോസ് 3:23, 30-ാമത്തെ വർഷത്തിൽ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ലൂക്കോസ് 3:23. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നൊക്കെ പല കാര്യങ്ങൾ പഠിക്കുവാനായിട്ടിടയായി. ജസ്റ്റ് ഒന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചെന്ന് പറയാൻ പറ്റുമോ? യേശുവിന്റെ പ്രസംഗവും പ്രവൃത്തിയും, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. യേശുക്രിസ്തു എങ്ങനെയാണ് മറ്റുള്ളവരെ പഠിപ്പിച്ചു അല്ലെ? അതിന്റെ കീഴിലാണ് ഉപമയിലൂടെയും പറഞ്ഞോ ആന്റി പറഞ്ഞു, അത്ഭുതങ്ങളിലൂടെയും തന്റെ ദൈവത്വത്തെ തെളിയിച്ചു. ഓക്കെ, തന്റെ ദൈവത്വത്തെ ദൈവം തെളിയിച്ചു. അതുപോലെ തന്നെ നമ്മള് ഉപമയിലൂടെ യേശുക്രിസ്തു പഠിപ്പിച്ചു എന്ന് നമ്മൾ കണ്ടു അല്ലെ? ഇന്നും അതിന്റെ തുടർമാനമായിട്ട് യേശുക്രിസ്തുവിൻ ഏകദേശം തന്റെ ശുശ്രൂഷയിൽ എങ്ങനെയൊക്കെയാണ് ശുശ്രൂഷിച്ചതെന്നും നമ്മൾ ആദ്യമേ മുതൽ പല കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായി. പേഴ്സണൽ ഇവാഞ്ചലിസത്തിനെ കുറിച്ചും അതുപോലെ തന്നെ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ ഒരു ദിവസം എങ്ങനെ ചിലവിട്ടു എന്നും അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെയും പഠിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ ആഴ്ചയെ കുറിച്ച് 4 സുവിശേഷങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായി 21 മുതലുള്ള അധ്യായങ്ങളും അതുപോലെ തന്നെ ലൂക്കോസ് 19 മുതലുള്ള അധ്യായങ്ങളിലും, മർക്കോസ് 11 മുതലുള്ള അധ്യായങ്ങളിലും, യോഹന്നാൻ 12 മുതലുള്ള അധ്യായങ്ങളിലും യേശുക്രിസ്തുവിന്റെ അവസാനത്തെ ആഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടെ പറയാം. മത്തായി 21-ാമത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ 28 അധ്യായം ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ലൂക്കോസ് 19-ാമത്തെ അധ്യായം മുതൽ, മർക്കോസ് 11-ാമത്തെ അധ്യായം മുതൽ, യോഹന്നാൻ 12-ാമത്തെ അധ്യായം മുതൽ ഈ അധ്യായങ്ങളിലൊക്കെയും അവസാനത്തെ ആഴ്ച, പാഷൻ വീക്ക് അല്ലെങ്കിൽ ഹോളി വീക്ക് എന്നൊക്കെയാണ് ഈ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ ആഴ്ചയെ പറയപ്പെടുന്നത്. പറയാമോ ഒന്നുകൂടെ? എന്തോ റെഫറൻസോ? മാത്യു 21, ലൂക്കോസ് 19, മർക്കോസ് 11 മുതൽ ഉള്ള അധ്യായങ്ങൾ, യോഹന്നാൻ 12 മുതലുള്ള അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളൊക്കെയും നമ്മൾ ഈ ആഴ്ചകളിൽ വായിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. ഈ അധ്യായങ്ങളിലൊക്കെയും യേശുക്രിസ്തുവിന്റെ, ഞാൻ പറയുന്നത് ശരിക്ക് കേൾക്കാമല്ലോ? ഓക്കെ. ഈ അധ്യായങ്ങളൊക്കെയും യേശുക്രിസ്തുവിന്റെ അവസാനത്തെ ആഴ്ച എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും.
അപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വരുമ്പോൾ പിറ്റേനാൾ, 2 ദിവസത്തിന് ശേഷം, ഇങ്ങനെയൊക്കെയുള്ള ഫ്രേസ് നമുക്ക് അവിടെ കൂടുതലായിട്ട് ഈ 11ാമത്തെ അധ്യായം മുതൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ ആഴ്ചയാണ് കൂടുതലും സുവിശേഷങ്ങളിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ യോഹന്നാൻ 12ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ബെഥാനിയിൽ വന്ന ക്രിസ്തുവിനെ നമുക്കവിടെ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് എന്നവിടെ കാണുവാൻ കഴിയും. വായിക്കാം. യോഹന്നാൻ 12ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അപ്പോൾ പെസഹായ്ക്ക് 6 ദിവസം, പെസഹ എന്നായിരുന്നു? വ്യാഴാഴ്ചയായിരുന്നു അല്ലേ? വ്യാഴാഴ്ച അല്ലേ? അപ്പൊ 6 ദിവസം മുമ്പ് എന്ന് പറയുമ്പോ ബുധൻ, ചൊവ്വ, പറഞ്ഞോ. വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ? വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ശനിയാഴ്ച. ശനിയാഴ്ച. ഓക്കെ. അപ്പൊ ശനിയാഴ്ചയാണ് അവിടെ. ശനിയാഴ്ച നമുക്കറിയാം അത് സബത്ത് ദിവസമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു അവിടെ ബെഥാനിയയിലേക്ക് വന്നു. അവിടെ ചില കാര്യങ്ങൾ ചെയ്തെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ബെഥാനിയയിൽ വന്നപ്പോഴാണ് യേശുക്രിസ്തുവിനോട് വിരുന്നൊരുക്കിയതും ലാസറിന്റെ വീട്ടിൽ വിരുന്നൊരുക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മളൊരു യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. മറിയ യേശുക്രിസ്തുവിന്റെ കാലില് എണ്ണ പൂശുന്നതും, അതുപോലെ തന്നെ യേശുക്രിസ്തു പറഞ്ഞ അവളെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട, മരണത്തിന് മുമ്പുള്ള കാര്യമാണ് അവൾ ചെയ്തിരിക്കുന്നതെന്നൊക്കെ അവിടെ പറയുന്നത് നമുക്ക് ആ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നടന്നത് സാറ്റർഡേ ഈവനിങ് ആണ്, അല്ലെങ്കിൽ സാറ്റർഡേ സബത്ത് പാസ് ഓവർ പെസഹായുടെ 6 ദിവസം മുൻപുള്ള ആ ദിവസമാണ് സംഭവിച്ചത്. അപ്പോൾ സാറ്റർഡേ ഈവനിങ്ങിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 12 മുതൽ ഉള്ള അധ്യായങ്ങളിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നമ്മള് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ യോഹന്നാനില് ഫസ്റ്റ് വീക്ക് ഓഫ് മിനിസ്ട്രി അപ്പൊ ഞാൻ പറയുവാനായിട്ട് ഇടയായി. ആദ്യത്തെ ആഴ്ചയും അവസാനത്തെ ആഴ്ചയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും അന്ന് അവിടെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി. എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ ആഴ്ചയിലെ പ്രവർത്തനം, ആദ്യത്തെ ആഴ്ച, ആദ്യ ദിവസം എന്ത് ചെയ്തു, 2-ാമത്തെ ദിവസം എന്ത് ചെയ്തു, 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു എന്നൊക്കെ നമ്മൾ അന്ന് വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ ആഴ്ചയിൽ സാറ്റർഡേ ഈവനിങ് അവിടെ തുടങ്ങിയിട്ട് സാറ്റർഡേ ഈവനിങ് കഴിഞ്ഞു. പിന്നെ സൺഡേ എന്ന് പറഞ്ഞു കഴിയുമ്പം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. നമ്മൾ ഇന്ന് പറയുന്ന പോലെ പാം സൺഡേ, ഹോസാന ഞായറാഴ്ച അല്ലെ. നമ്മൾ ബ്രദറുകാർ അതിനെക്കുറിച്ചൊന്നും നമ്മളൊന്നും കൂടുതലായിട്ട് ആചരിക്കൊന്നുമില്ല. എന്നാൽ ഇന്നും പല നാമോദയ ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ അത് അവർ ആചരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയായിരുന്നു യേശുക്രിസ്തുവിന്റെ പാഷൻ ഓഫ് വീക്കിന്റെ തുടർച്ച നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. മത്തായി 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് 11-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് 19-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലും, ഒന്നുകൂടെ പറയാം, മത്തായി 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് 11-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് 19-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലും, ബെഥാനിയയിൽ നിന്ന് ബെത്പഗേ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ യെരുശലേമിലേക്ക് പോകുന്ന വഴിയില് എല്ലാ ജനങ്ങളും എന്താണ് ചെയ്തത്? അവിടെ ഒരു കഴുതേനെ കൊണ്ടുവരുന്നതും യേശുക്രിസ്തു അതിന്റെ പുറത്ത് ഇരിക്കുന്നതും പല ഈ മരങ്ങളുടെ ചില്ലകളെയൊക്കെ എടുത്ത് വഴിയിലൊക്കെ വിരിക്കുന്നതും, അതുപോലെ തന്നെ കുരുത്തോല എടുത്ത് പിടിക്കുന്നൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നെ നമുക്കറിയാം അവരെന്താണ് പറയുന്നത്? ദാവീദ് പുത്രൻ ഓശന.
ഓശാന എന്ന് പറയുന്നതും. അതുകൊണ്ടാണ് ഓശാന ഞായറാഴ്ച എന്ന് നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്, അല്ലെ? അപ്പോൾ ഈ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യത്തിലൊക്കെ കാണുവാനായിട്ട് കഴിയും. ഇത് സക്കറിയ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിന്റെ ആ പ്രവചനത്തിന്റെ നിറവേറുന്നതാണ് അവിടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു അതൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് ഈ പാം സൺഡേ അല്ലെങ്കിൽ കുരുത്തോല പിടിച്ച് ഈ ജനങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കുരുത്തോലയൊക്കെ പിടിച്ചിട്ട് അവർ പോകുന്നതെന്ന് എന്തെങ്കിലും നിങ്ങൾ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? രാജാവിന്റെ കൊണ്ടുവരുന്നു. രാജാവിനെ കൊണ്ടുവരുന്നത്. വേറെ നമ്മള് ഈ റെവലേഷൻ, വെളിപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെയും നമ്മൾ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുരുത്തോല പിടിച്ച് 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വെള്ളയങ്കി ധരിച്ച് കുരുത്തോലയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന നമ്മളെല്ലാരും അങ്ങനെ ഒരു ദിവസം ആയിരിക്കും. കർത്താവിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഈ കുരുത്തോല പിടിക്കുന്നതും ഈ ചില്ലകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടുന്നതിന്റെ അത് എന്തിന്റെ അതിന്റെ സിമ്പൽ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലേവ്യ പുസ്തകം 23-ാമത്തെ 40-ാമത്തെ വാക്യത്തിലോട്ട് വരാം. വായിക്കാം. ലേവ്യ പുസ്തകം 23-ന്റെ-40. പിന്നെ വേറൊരു ആള് നെഹമ്യാവ് 8-ന്റെ-15. കൂടാരപ്പെരുന്നാൾ. നെഹമ്യാവ് 8-ന്റെ-15, 8-ാം അധ്യായം 15-ാമത്തെ വാക്യം. കൂടാരപ്പെരുന്നാളിനാണ് അവരിങ്ങനെ ചില്ലകളും ഇതെല്ലാം. അതുകൊണ്ട് പിന്നെ നെഹമ്യാവ് 8-ാമത്തെ അധ്യായം 15-ാം അധ്യായത്തിൽ കൂടാര പെരുന്നാളിനും പിന്നെ ഇതിന്റെ എന്താ സിമ്പൽ എന്ന് പറയുമ്പോൾ സന്തോഷത്തിന്റെ ഒരു സിമ്പലാണ്. സന്തോഷത്തിന്റെ ഒരു സിമ്പലാണ് ഈ ചില്ലകളൊക്കെ പൊട്ടിച്ച് വഴിയിലിടുന്നതും പിന്നെ ഈ കുരുത്തോലയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നതൊക്കെ സന്തോഷത്തിന്റെ ഒരു സിമ്പലാണെന്ന് നമുക്കത് ഈ വാക്യങ്ങളിലൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വെളിപ്പാടിൽ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നതായ ജനങ്ങളുടെ സന്തോഷത്തിന്റെ ഒരു അടയാളമാണ് ഈ കുരുത്തോലയൊക്കെ പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന വെള്ളയങ്കി ധരിച്ചിട്ടുള്ളവരെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ഉള്ള യെരുശലേമിലുള്ള എല്ലാ ജനങ്ങളും ഞങ്ങൾക്കൊരു രാജാവിനെ ലഭിച്ചെന്നുള്ള സന്തോഷത്തിന്റെ ഒരു അടയാളമായിട്ടാണ് അവരവിടെ കുരുത്തോലകളും മരച്ചില്ലകളൊക്കെ പൊട്ടിച്ചിട്ടിട്ട് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ യേശുക്രിസ്തു മരിക്കുന്നതിന്റെ 5 ദിവസത്തിന്റെ മുമ്പാണ് ഇതൊക്കെ നടക്കുന്നതെന്നും നമ്മൾ അത് ഓർക്കണം. അപ്പോൾ ഇതൊക്കെ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള വചനത്തിന്റെ നിറവേറുന്ന ഒരു അനുഭവമാണിത്. ഈ 400 വർഷം അല്ലെങ്കിൽ നമുക്കറിയാം മൽക്കിയ മുതൽ മത്തായി വരെയുള്ള സമയം 400 വർഷവും മെക്കാബിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ജനങ്ങൾ, മെക്കാബിയൻസ് റിവോൾട്ട് എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പഠിക്കുമായിരിക്കും. ഇന്റർ ടെസ്റ്റ്മെന്റൽ പീരീഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റഡിയിൽ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലോട്ട് കൂടുതലായിട്ട് കടക്കുന്നില്ല. അപ്പോൾ ഈ മെക്കാബിയൻസും ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. പിന്നെ നമ്മള് ഈ യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് സക്കറിയ പ്രവചനം നിറവേറുന്ന ആ സമയം അവിടെ യെരുശലേം വാസികളായിട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ യേശുവിനെ വാഴ്ത്തി പാടുന്നതും സന്തോഷത്തിന്റെ ഒരു സിമ്പലായിട്ട് അവിടെ കുരുത്തോലകൾ പിടിക്കുകയും മരച്ചില്ലകൾ പൊട്ടിച്ചൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലൂക്കോസ് 19-ാം അധ്യായം 41 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അടുത്തതായിട്ട് എന്താണ് സംഭവിച്ചെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയും. ആദ്യം അവിടെ മരച്ചില്ലകളൊക്കെ ഇട്ടിട്ട് അത് പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വായിച്ചു കഴിയുമ്പോൾ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. കാരണം ഈ യേശുക്രിസ്തു വായിക്കാം നമുക്ക് ഈ വാക്യം 19-ാം അധ്യായം 41 മുതൽ 42 വരെയുള്ള വാക്യം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിനും മറിഞ്ഞിരിക്കുന്നു.
നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ദേവാലയത്തെ യെരുശലേമിലുള്ള ജനങ്ങളെ നോക്കി യേശുക്രിസ്തു കരയുന്ന ഒരു അനുഭവമാണ് അവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പാഷൻ വീക്ക് നമ്മൾ ഈ വായിക്കുമ്പോഴൊക്കെയും യേശുക്രിസ്തുവിന്റെ ആ ഒരു മനസ്സ് നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് ചിന്തിക്കുമ്പോൾ അത് ഒരു വ്യക്തിക്ക് ഇപ്പൊ നമുക്കറിയാം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നമ്മൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നു എന്ന് നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ തോന്നിക്കഴിയുമ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലെ? അപ്പോൾ യേശുക്രിസ്തു 100% മനുഷ്യനും 100% ഗോഡും ദൈവവുമാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ ദൈവത്തിനറിയാം താൻ മരിക്കുവാൻ പോവുകയാണ്, ഈ ലോകത്തിന്റെ ഒക്കെ പാപത്തെ ചുമന്ന് തീർക്കാൻ പോകുന്ന ആ ദിവസം വരുന്നെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും അവിടെ ആ അവസാന സമയത്ത് പോലും യെരുശലേമിലുള്ള ജനങ്ങളെ നോക്കി, അല്ലെങ്കിൽ യെരുശലേമിനെ നോക്കി കരയുന്ന ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എത്രമാത്രം തന്റെ ജനത്തെ ദൈവം സ്നേഹിച്ചു എന്ന് നമ്മൾ കാണുമ്പോൾ അത് നമുക്കൊരു പാഠം തന്നെയാണ്. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്റേതായിട്ടുള്ളവരെ യേശുക്രിസ്തു അവസാനത്തോളം സ്നേഹിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, യോഹന്നാൻ 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം യേശുക്രിസ്തു തനിക്കുള്ളവരെ അവസാനം വരെ സ്നേഹിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അവസാനം വരെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ ആ സ്വഭാവം ആ ശുശ്രൂഷയിൽ എവിടെയൊക്കെ ആയിരുന്നോ അവിടെയൊക്കെയും അവസാനം വരെ ക്രിസ്തു മറ്റുള്ളവരെ സ്നേഹിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നാമും നമ്മുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരെ ദൈവം നമുക്ക് തന്നിട്ടുള്ളവരെ അവസാനം വരെ സ്നേഹിക്കേണ്ടത് ദൈവം നമുക്ക് വെച്ചിട്ട് പോയിട്ടുള്ള മാതൃക തന്നെയാണ്. ഓക്കെ, അപ്പം ഈ വാക്യത്തിലോട്ട് നമ്മൾ വരുമ്പോൾ ഈ വാക്യത്തിലോട്ട് വരുമ്പോൾ സ്കോളേഴ്സ് പറയുന്നത് എന്തെന്നാൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 27 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 70 ആഴ്ചകളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 70 ആഴ്ചവട്ടം എന്നല്ലേ? ഓക്കെ, 70 ആഴ്ചവട്ടത്തിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 483 വർഷങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അതായത് 1,73,880 ദിവസം. 70 ആഴ്ചവട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസങ്ങൾ വരുമെന്നാണ് ഞാനൊരു കമന്ററി വായിച്ചാണേ. അപ്പോൾ അങ്ങനെയാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ദിവസം എന്ന് കംപ്ലീറ്റ് ആയെന്ന് നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു എപ്പോൾ യെരുശലേമിനെ നോക്കി കരഞ്ഞോ, അല്ലെങ്കിൽ യേശുക്രിസ്തു ആ ട്രയംബൽ എൻട്രി യെരുശലേമിലേക്ക് ഈ കഴുതയുടെ പുറത്ത് വന്ന ആ ദിവസം കംപ്ലീറ്റ് ആയെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതിന്റെ ഡേറ്റ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്: ഏപ്രിൽ 6-ാം തീയതി AD 32 ആ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ആ ആഴ്ചവട്ടങ്ങൾ അവിടെ പൂർത്തിയാകുകയാണ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ എക്സാക്ട് ആയിട്ടുള്ള ആ ഡേറ്റിൽ തന്നെയാണ് ആ ദിവസം കംപ്ലീറ്റ് ആകുന്നത് എന്നും പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു പഴയ നിയമത്തിന്റെ പ്രവചനമൊക്കെയും നിവൃത്തിയാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യേശുക്രിസ്തു. നമ്മുടെ രാജാവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തു പഴയ നിയമത്തിന്റെ ചെറിയ കാര്യങ്ങൾ പോലും നിറവേറുന്നത് ക്രിസ്തുവിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തന്റെ പ്രവർത്തനത്തിൽ ഇസ്രായേൽ ജനങ്ങളെ നോക്കി കരയുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എത്രമാത്രം അടയാളങ്ങളും അത്ഭുതങ്ങളും എത്രമാത്രം അവർക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് അവരുടെ ഇടയിൽ യേശുക്രിസ്തു പ്രവർത്തിച്ച്, എത്രമാത്രം പ്രവാചകന്മാരുടെ അവരുടെ ഇടയിലേക്ക് ക്രിസ്തു അയച്ചു. എന്നിട്ടും ഈ ക്രൂരമായിട്ടുള്ള ആ പ്രവൃത്തി കണ്ട് ക്രിസ്തു കരയുന്ന ഒരു അനുഭവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്നും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ ഇസ്രായേൽ ജനത്തിന് എന്നും എപ്പോഴും യെരുശലേമിനെ ചുറ്റി അവരുടെ ശത്രുക്കൾ അന്നും ഇന്നും ഉണ്ടല്ലേ. ആ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ഇന്നും
ഏകദേശം 2023 വർഷങ്ങളായി ഇന്നും അത് തന്നെ ഫോളോ ചെയ്യുന്ന നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പാം സൺഡേ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ആ ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസം അല്ലെങ്കിൽ 6 ദിവസം മുമ്പ് 5 ദിവസത്തിന്റെ മുൻപ് യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് സൺഡേ കഴിഞ്ഞു. എന്നിട്ട് ലാസറിന്റെ വീട്ടിൽ ചെന്ന് അവിടെ രാപാർത്തു യേശുക്രിസ്തുവും ശിഷ്യന്മാരും. അത് നമുക്ക് ഈ വാക്യങ്ങളിലൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഓൾറെഡി ഞാൻ റെഫറൻസ് പറഞ്ഞത് അതുകൊണ്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചയിലോട്ട് കടന്നു വരാം. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ മർക്കോസ് 11-ാം അധ്യായം 14-ാമത്തെ വാക്യം, മത്തായി 21-19 വാക്യം, ഇവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഇൻസിഡന്റ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു രാവിലെ അവിടെ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു അത്തിവൃക്ഷത്തിനെ കാണുന്നു. യേശുക്രിസ്തുവിന് വിശന്നു. എന്നിട്ട് യേശുക്രിസ്തു അവിടെ ചെന്നിട്ട് അത്തിമരത്തിലെ ഇലകളെയൊക്കെ കണ്ടിട്ട് എന്താ ചെയ്യുന്ന? ആ മരത്തിനെ ശപിച്ചു, അല്ലെ? ശപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആ അത്തിവൃക്ഷത്തിന് ഫലം കൊടുക്കുന്ന സമയമല്ലായിരുന്നു. എന്നിട്ടും യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ശപിച്ചത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കണ്ടോ? അത്തിവൃക്ഷത്തിന് നോക്കി ശപിച്ചല്ലേ? പക്ഷെ ഫലം കൊടുക്കുന്ന ആ സമയം അല്ലായിരുന്നു എന്നും പറയുന്നു. എന്നിട്ടും യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ശപിച്ചത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അല്ല, അതിന് ഇലയും ഫലവും ഒരുമിച്ചാണ്. വർഷത്തിൽ 2 തവണയാണ് അത് ഫലം ഉണ്ടാകുന്നത്. ഫലം ഉണ്ടാകുന്ന സമയത്ത് ഇലയും ഫലവും കൂടെ ഉണ്ടാകും. അങ്ങനെ ഒരു ഇതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. കപടമായിട്ടുള്ളൊരു ഇതായിരുന്നു അതിനുണ്ടായിരുന്നത്. ഇല കാണുമ്പോ ഫലം ഉണ്ടാകും എന്നുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, രണ്ടും ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ അത്തിവൃക്ഷത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ അത്തിവൃക്ഷം എന്ന് പറയുമ്പോൾ നല്ല ഫലം കായ്ക്കുന്ന സമയമുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഇലയോട് പറ്റിച്ചേർന്ന് കായ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ ഇലയോട് പറ്റിച്ചേർന്നിരിക്കുന്ന കായ ചിലപ്പോൾ ആരെങ്കിലൊക്കെ വിശന്ന് വരുമ്പോൾ പറിച്ച് കഴിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലും പുറമെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഇലയും നല്ല കായൊക്കെ ഉള്ള പോലെയൊക്കെ തോന്നും. പക്ഷെ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഫലമില്ലാത്തത് കൊണ്ട് യേശുക്രിസ്തു ശപിച്ചെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പക്ഷെ ഈ നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോഴും അത്തിവൃക്ഷം ഇസ്രായേൽ ജനത്തെ സിംബൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത്തെ താരതമ്യപ്പെടുത്തുന്നത് അത്തിവൃക്ഷത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് പറഞ്ഞിട്ടുള്ളത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുക്രിസ്തു അവിടെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാ അത്ഭുതങ്ങളെയും നമുക്കറിയാം. ഇതും ഒരു അത്ഭുതം തന്നെയാണ്. യേശുക്രിസ്തു ശപിച്ചു കഴിഞ്ഞപ്പോൾ അത് അവിടെ കരിഞ്ഞുപോയി, അല്ലെ? കരിഞ്ഞുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ യേശുക്രിസ്തു പറയുമ്പോൾ, ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുമ്പോൾ, എല്ലാം ഈ മരത്തിന് നല്ലപോലെ വെള്ളം കിട്ടുന്നുണ്ടായിരിക്കും, നല്ലപോലെ വളമൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് പോലും മറ്റുള്ളവർ നോക്കുമ്പോൾ ഫലമുണ്ടെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഒരു ഫലവും ഇല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ ഒരു ഫലവും ഇല്ലാത്തപ്പോൾ യേശുക്രിസ്തു അവരെ നോക്കി കരയും, അവിടെ ശപിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മളെയൊക്കെ ശപിക്കും കർത്താവ്, ഫലമില്ലാത്തോണ്ട്. നമുക്ക് ഫലമില്ലല്ലോ, ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ നമ്മള്? വേറെ ഇതാരായിരുന്നു? ശബ്ദം മാത്രം. ഓക്കെ, അപ്പം നമ്മൾ ഇത് പലപ്പോഴും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പറയാറുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഇസ്രായേൽ ജനത്തെ ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അപ്പോ ആ സമയം ശിഷ്യന്മാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ അത്ഭുതങ്ങളും മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതായിരുന്നു. പക്ഷെ ഈ അത്ഭുതം ഒരു വിഷമിപ്പിക്കുന്ന ഒരു അത്ഭുതം തന്നെയായിരുന്നു, അല്ലെ? നമ്മൾ ഓർക്കുമ്പോ പെട്ടെന്ന് യേശുക്രിസ്തു ശപിച്ചു കഴിഞ്ഞപ്പോൾ അത് അവരെ കരിഞ്ഞു പോയി നോക്കുമ്പോ എന്ത് നല്ല ചെടിയായിട്ട് നിന്നതാ, പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോയി ആർക്കാണേലും കാണുമ്പോൾ ഒരു വിഷമം വരും, അല്ലേ? അപ്പം അതേ സ്ഥിതി തന്നെയാണ് ഇസ്രായേൽ ജനത്തിനും ദൈവം അവിടെ പറഞ്ഞിട്ടുള്ളതെന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനൊക്കെ ഈ കുഞ്ഞിലെ ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നാറുണ്ട്. അത്തിവൃക്ഷം ഫലം കൊടുക്കാത്ത കാലമെന്ന് അറിയാം, എന്നിട്ട് പോലും യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ശപിച്ചെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കുന്നു. എന്നാൽ ഇതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആന്റി പറഞ്ഞ പോലെ നമ്മുടെ ജീവിതവും
നാം ഫലം കൊടുക്കേണ്ടവരാണ്. എന്നാൽ നമ്മുടെ രക്ഷ ഒരിക്കലും കരിഞ്ഞു പോകുന്ന രക്ഷയല്ല. യേശുക്രിസ്തുവിലൂടെ നാം പ്രാപിച്ചിട്ടുള്ളത് ഒരിക്കലും ആർക്കും നമ്മുടെ ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകുവാനായിട്ടൊന്നും സാധിക്കത്തില്ല. നാം സ്വർഗത്തിൽ പോവും. എന്നാൽ നാം ഫലം കായ്ക്കുന്നവരാണ്. യേശുക്രിസ്തുവിനായിട്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടവരുമാണ്. ദൈവം അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഫലം കായ്ക്കാത്തവരായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ കർത്താവിൽ നിന്ന് പനിഷ്മെന്റ് നമ്മൾ ഏറ്റുവാങ്ങേണ്ടവരുമാണ്. ഒരിക്കൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് രക്ഷ നഷ്ടപ്പെടുന്നില്ല. എന്നാൽ അത് നമ്മൾ പാപം ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഒന്നും അല്ല ദൈവം നമുക്ക് തരുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറെ ടോപ്പിക്കാണ്. ആന്റി പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് യേശുക്രിസ്തു അത്തിമരത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഫലമൊന്നുമില്ലാത്തത് കൊണ്ട് ആ മരത്തെ ശപിക്കുന്നത് മൺഡേ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം അവിടെ നടന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഓക്കെ, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു രണ്ടാമതായിട്ട് ആ ദേവാലയത്തിനെ ശുദ്ധീകരിക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. മത്തായി 21 അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസ് 11 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസ് 19 അധ്യായം 45 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിലും വായിക്കുമ്പോൾ യേശുക്രിസ്തു ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ആദ്യമേ യേശുക്രിസ്തു ദേവാലയത്തെ ശുദ്ധീകരിച്ചത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. റെഫറൻസ് ഞാൻ പറയാം. മത്തായി 21 അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 11 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 19 അധ്യായം 45 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഓൾറെഡി ഒരു പ്രാവശ്യം ദേവാലയം ക്ലെൻസ് ചെയ്തു. അത് നമ്മള് തന്റെ പ്രവർത്തനത്തിന്റെ ആദ്യ ആഴ്ചകളിൽ നടന്നത് നമ്മൾ കണ്ടു അല്ലെ. അപ്പോൾ അവസാനത്തെ ആഴ്ചയിൽ നടക്കുമ്പോൾ ഓൾറെഡി യെരുശലേം ദേവാലയത്തെ കുറിച്ചൊക്കെ നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. യെരുശലേമിനെയൊക്കെ ഓർത്ത് കരയുന്നതും ഒക്കെ നമുക്ക് കണ്ടു. എന്നാൽ അവസാനം ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ ദേവാലയം ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇവിടെ ഒരു വാക്യം കോട്ട് ചെയ്യുന്നു. യിരെമ്യാ പുസ്തകം 7 അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങള് യേശുക്രിസ്തു പറയുന്നത് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യിരെമ്യാ 7 അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ യേശുക്രിസ്തു അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വാക്യം, ഈ ക്ലെൻസിങ്, ഈ രണ്ടാമത് ശുദ്ധീകരിക്കുന്നത് വേദപണ്ഡിതന്മാർ യെശയ്യാ പ്രവചനം 56 അധ്യായം 7 വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയും കാണുവാനായിട്ട് ഇടയായി. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 56 അധ്യായം 7 വാക്യം. യെശയ്യാ പ്രവചനം 56:7. എടുത്തായിരുന്നോ? ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എന്റെ ആലയം സകല ജാതികൾക്കും കൂടെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഓക്കെ, അപ്പോൾ അവിടെ ഈ അതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇത് വന്നിട്ട് ആക്ച്വലി മില്ലേനിയം യേശുക്രിസ്തുവിന്റെ നമ്മുടെ രണ്ടാം വരവൊക്കെ കഴിഞ്ഞിട്ട് നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് യെശയ്യാ 56 അധ്യായത്തില്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് യേശുക്രിസ്തു ഇവിടെ ശുദ്ധീകരിക്കുന്നതും എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യേശുക്രിസ്തു അവസാനത്തെ ആഴ്ചയിൽ മൺഡേ തിങ്കളാഴ്ച ദിവസം എന്താണ് ചെയ്തതെന്ന് നമുക്ക് അവിടെ ആദ്യം എന്നതാ കണ്ട, അവിടെ അത്തിമരത്തിന് ശപിച്ചത് കണ്ടു. ഉച്ച കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ദേവാലയം ശുദ്ധീകരിക്കുന്നത് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസവും ഇപ്പം സാറ്റർഡേ ഈവനിങ് എന്താണ് സംഭവിച്ചത്, സൺഡേ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടു. മൺഡേയും കഴിഞ്ഞു, ഇപ്പോൾ ട്യൂസ്ഡേ ആയി എന്ന് നമ്മൾ കാണുമ്പോൾ ട്യൂസ്ഡേ ആണ് ഈ ആഴ്ചയിൽ ഏറ്റവും ബിസി ആയിട്ട് യേശുക്രിസ്തു ആയിരുന്ന ഒരു ദിവസം. ട്യൂസ്ഡേയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ
ഇവിടെ ഒരു ബിസി ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു യേശു ക്രിസ്തുവിന് ആ ദിവസം. കാരണം ആ ദിവസം മുഴുവനും യെരുശലേമിൽ താൻ പങ്കിട്ടു. ആ ദിവസം മത നേതാക്കളുമായിട്ട് സംസാരിച്ചു, ഉപമയിലൂടെ സംസാരിച്ചു, അതുപോലെ തന്നെ രോഗബാധിതരായിട്ടുള്ളവർക്ക് സൗഖ്യം കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും യേശു ക്രിസ്തു ട്യൂസ്ഡേ ആണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മത്തായി 22-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഒരു വലിയൊരു കൽപ്പന യേശു ക്രിസ്തു അവിടെ കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതും ട്യൂസ്ഡേ ആണ് സംഭവിച്ചതെന്ന് കാണുവാനായിട്ട് കഴിയും. അത് ഏത് കൽപ്പനയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മത്തായി 22:37. നിന്റെ ദൈവമായ യഹോവേ, മത്തായി 22:37. Love the Lord your God with all your heart, soul and mind. അതെ, നിന്റെ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ തന്നെ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ. അത് ഒരു വലിയൊരു കൽപ്പന അവിടെ കൊടുക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ഹെരോദ്യക്കാരും പരീശന്മാരും വന്ന് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് ചെയ്യുന്ന, കൈസറിന് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് യേശുക്രിസ്തുവിനോട് എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് തിരിച്ചടിയായിട്ട് യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അന്ന് മുതൽ ഈ ക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് കുറ്റം പിടിക്കാനായിട്ടൊന്നും കഴിഞ്ഞില്ല എന്നുമാണ് ആ വാക്യങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞ ആ അധ്യായങ്ങളൊക്കെ ഈ ദിവസങ്ങളിലൊന്ന് വായിക്കുമായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഇച്ചിരി കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവസാനത്തെ ആഴ്ച യേശുക്രിസ്തു എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ലൂക്കോസ് 21-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ വരുന്നതും നമുക്കത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാണ് സംഭവിച്ചെന്ന് ഓർക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ ആഴ്ചയിലാണ്. ഒരു വിധവ കർത്താവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ പോയി വഴിപാട് കൊടുക്കുന്നതും, അതുപോലെ തന്നെ ഒത്തിരി ധനവാന്മാരായിട്ടുള്ളവർ കൊടുക്കുന്നതൊക്കെ നമുക്കവിടെ ലൂക്കോസ് 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അവിടെ യേശുക്രിസ്തു അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. യെരുശലേമില് ഇരുന്ന് കഴിയുമ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം യേശുക്രിസ്തു അവിടെ ശ്രദ്ധിച്ചു. അതാണ് ആ വിധവ കർത്താവിന് കൊടുത്ത ആ സ്തോത്ര കാഴ്ച. എല്ലാരും, അതായത് ധനവാന്മാരോട് എല്ലാരും മറ്റുള്ളവർ കാണുക പല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ആ വിധവ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല യേശുക്രിസ്തു അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. എന്നാൽ അവളുടെ കയ്യിലുള്ളത് കർത്താവിന്റെ സന്നിധിയിൽ അവൾ കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും കൊടുക്കുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു തന്റെ പ്രവർത്തനത്തിൽ ആരും നോട്ട് ചെയ്യാത്തവരെ ക്രിസ്തു നോട്ട് ചെയ്യുന്ന ഒരു ദൈവമാണ്. മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവരും മറ്റുള്ളവരാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തവരെ പോലും ക്രിസ്തു അക്സെപ്റ്റ് ചെയ്യുകയും നോട്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ക്രിസ്തുവിന്റെ ഓൾ ത്രൂ ഗോസ്പൽസ് തന്റെ പ്രവർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയും. ദരിദ്രർക്ക് നന്മ ചെയ്യുന്ന ക്രിസ്തു, ദരിദ്രരെ ആദരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെയും ഈ വിധവ കർത്താവിന് കൊടുത്ത കാര്യത്തെ ക്രിസ്തു നോട്ട് ചെയ്തു. പലപ്പോഴും ഈ എക്സാമ്പിൾ പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു ആ വിധവ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. കർത്താവിന് കൊടുത്തതോ അവൾ പോയിട്ട് വന്നതോ ഒന്നും തന്നെ നോട്ട് ചെയ്തൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ക്രിസ്തു അത് നോട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മളും കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നാം എളിയവരായിരുന്ന നമ്മെ തേടിയാണ് ക്രിസ്തു വന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരാരും ഒത്തിരി ധനവാന്മാരോ അല്ലെങ്കിൽ ഒത്തിരി പണമുള്ളവരോ ഒന്നും തന്നെ അല്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് തലമുറകളെ അനുഗ്രഹിച്ചു, ലോകപരമായിട്ട് അനുഗ്രഹിച്ചു, ആത്മീയമായിട്ടും അനുഗ്രഹിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന ബ്രദറൻ സഭയിലുള്ള ഓരോ വിശ്വാസികളും. എന്നാൽ നമ്മൾ ആയിരിക്കുമ്പോൾ ക്രിസ്തു നോക്കിയതുപോലെ മറ്റുള്ളവരെ നോക്കണമെന്നാണ് തന്റെ പ്രവർത്തനത്തിലൂടെ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. എളിയവരെയും വിധവമാരെയും ഒക്കെ ക്രിസ്തു നോക്കിയല്ലേ. അപ്പൊ എളിയവരും വിധവമാർ ഈ വിധവ ഒരുപക്ഷെ ക്രിസ്തു നോക്കുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ ക്രിസ്തു ആ വിധവേനെ ശ്രദ്ധിച്ചു നോക്കി.
താൻ ഇടുന്നതും പോകുന്നതും വരുന്നതുമൊക്കെ മറ്റുള്ളവർ ഒരിക്കലും ശ്രദ്ധിച്ചില്ല, എന്നാൽ ക്രിസ്തു ശ്രദ്ധിച്ചു. അപ്പം തന്റെ ശുശ്രൂഷയിൽ ഇത് മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ എളിയവരും വിധവമാരുമായിട്ടുള്ളവർ പല അത്ഭുതങ്ങൾ ചെയ്തെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്തു നമുക്ക് കാണിച്ച മാതൃകയാണ്. തന്റെ പ്രവർത്തനത്തിൽ എളിയവരായിട്ടുള്ളവരെ ക്രിസ്തു ആദരിച്ചു, അല്ലെങ്കിൽ ആരും നോട്ട് ചെയ്യാത്തവരെ ക്രിസ്തു നോട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആക്കി വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എളിയവരായിട്ടുള്ളവരെ നമ്മൾ ഒരിക്കലും അവരെ ഉദാസീനതപ്പെടുത്തുവാനായിട്ട് പാടില്ല. ദൈവം എളിയവരായിരുന്ന നമ്മെ തേടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവരെയും നമ്മൾ സ്നേഹിക്കുകയും അവർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ആ മാന്യതയൊക്കെ നമ്മളും കൊടുക്കണമെന്നാണ് ദൈവവും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും മാനവും ധനവും ഒക്കെ നോക്കിയിട്ടല്ല ക്രിസ്തു ഓരോരുത്തരെ അക്സെപ്റ്റ് ചെയ്തത്. ഒന്നുമില്ലാത്തവരെ തേടിയാണ് ക്രിസ്തു വന്നത് ഈ ലോകത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ദൈവം നാം ഓരോരുത്തർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ഒരിക്കലും മറ്റുള്ളവരുടെ കളറോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണമോ മറ്റുള്ളവരുടെ കഴിവോ കൊണ്ടും അല്ല ദൈവം നോക്കുന്നത്, ഹൃദയമാണ് നോക്കുന്നത്. അതാണ് ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, ദൈവമോ ഹൃദയത്തെ നോക്കുന്നെന്ന്. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പുറമേ ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നത്, എന്നാൽ ദൈവം നോക്കുമ്പോൾ ഹൃദയത്തെ നോക്കുന്നു. നാമും അങ്ങനെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുന്നവരായി തീരണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ വരുമ്പോൾ ട്യൂസ്ഡേ, അല്ലെങ്കിൽ യേശുക്രിസ്തു മരണപ്പെടുന്നതിന് ഏകദേശം 4 ദിവസം മുമ്പ് അവിടെ ചെയ്ത കാര്യങ്ങൾ, ബിസി ആയിട്ടുള്ള ആ ട്യൂസ്ഡേയില് ക്രിസ്തു എന്താണ് ചെയ്തത്? ആദ്യം നമ്മൾ കണ്ടു, അവിടെ യെരുശലേമിലാണ് ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്തത്. പരീശന്മാരോടും അതുപോലെ തന്നെ തന്റെ അടുക്കൽ വരുന്നവരുടെ അടുത്തൊക്കെയും ഡൗട്ട് ചോദിക്കുന്നവരൊക്കെ ക്ലിയർ ചെയ്യും. പിന്നെ ക്രിസ്തുവിനെ കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് തക്ക മറുപടിയൊക്കെ കൊടുക്കുന്നൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് ഓരോന്നായിട്ട് പറയുവാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അപ്പൊ ശിഷ്യന്മാർ പറയാണ്, ഈ ആലയത്തിൽ നോക്കൂ എത്ര നല്ല കല്ലുകളൊക്കെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ക്രിസ്തു പറയാണ്, ഒരു കല്ലിന്മേൽ ഒരു കല്ലില്ലാതിരിക്കുന്ന ദിവസം വരും എന്ന് നമ്മള് മത്തായി 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയും. അത് ഒലിവ മലയിൽ നിന്ന് പ്രസംഗം, അല്ലെങ്കിൽ ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. മത്തായി 24 മുതൽ 25-ാമത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ അവസാന കാലം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നെ മർക്കോസ് 13-ാം അധ്യായം, ലൂക്കോസ് 21-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെയൊക്കെയും യേശുക്രിസ്തുവിന്റെ 2ാം വരവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ കാണുവാനായിട്ട് കഴിയും. അവിടെയാണ് ഷീപ്പ് കോട്ട് ജഡ്ജ്മെന്റ്, യേശുക്രിസ്തു തന്റെ വലതു ഭാഗത്തിരിക്കുന്നവർക്കും ഇടതു ഭാഗത്തിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള അവരുടെ ന്യായവിധിയെ കുറിച്ച്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തുവിന്റെ വരവെങ്കിൽ എന്താണ് സംഭവിക്കുന്നതിനൊക്കെ കുറിച്ചൊക്കെ അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവസാനത്തെ ആ ആഴ്ചയിലാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാകുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളൊക്കെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിന്റെ ആ ഒരു മനസ്സ് എന്തായിരിക്കും അല്ലെ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, അയ്യോ എന്റെ കർത്താവിന്റെ വരവെങ്കിൽ ഇതൊക്കെ ആയിരിക്കും. മുഴുവനായിട്ട് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും, യേശുക്രിസ്തുവിന്റെ അടയാളത്തിനെ കുറിച്ച് മുഴുവനായിട്ട് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ പറയുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് മാത്രമേ മനുഷ്യപുത്രൻ വരുമ്പോൾ തന്റെ നാളിനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഞാനിപ്പോ പറഞ്ഞ ലൂക്കോസ് 21-ാം അധ്യായം 5 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അത് യേശുക്രിസ്തു അവിടെ പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അവസാനത്തെ ആഴ്ചയിൽ വരുമ്പോൾ താൻ ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു എന്ന് അറിയാം, എന്നിട്ടും തന്നോട് കൂടെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ക്രിസ്തുവിനെ നമുക്കറിയാം. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ആ അധ്യായം നമുക്ക് സമയം കിട്ടുമ്പോൾ ധ്യാനിച്ചു നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവരിലൂടെ രക്ഷിക്കപ്പെടുവാൻ പോകുന്നവർക്ക് വേണ്ടിയും ക്രിസ്തു പ്രാർത്ഥിച്ചത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യേശു ക്രിസ്തു അവസാനത്തെ ആഴ്ചയിൽ എന്തൊക്കെ ചെയ്തെന്ന് ഈ അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കണ്ടത്? ആദ്യം സാറ്റർഡേ ഈവനിങ്ങിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. എന്തായിരുന്നു സാറ്റർഡേ ഈവനിങ്ങിൽ സംഭവിച്ചത്? വന്നു, അവിടെ വന്നിട്ട് വിരുന്നൊരുക്കി. അവിടെ വേറൊരു കാര്യം കൂടെ നടന്നത് നമ്മൾ കണ്ടു. മറിയ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു കണ്ടു അല്ലെ? അത് കഴിഞ്ഞിട്ട് സൺഡേ മോർണിംഗ് പാം സൺഡേ എന്താണ് സംഭവിച്ചത്? കഴുതപ്പുറത്ത് വന്നു. ഒലിവ് വൃക്ഷത്തിന്റെ കമ്പൊക്കെ എടുത്ത് അവിടെ വിരിക്കുന്നു. എന്നിട്ട് അവിടെ ഹോസാന പാടി അവര് വരുന്നതൊക്കെ നമ്മൾ കണ്ടല്ലേ? ഏത് വാക്യത്തിന്റെ പ്രവചനം? ഏത് പ്രവചനം നിറവേറുന്നതാണ് നമ്മൾ അവിടെ? അല്ല, യെരമ്യാവല്ല, സക്കറിയ പ്രവചനം കണ്ടല്ലേ? എന്നിട്ട് നമ്മള് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പഴയ നിയമത്തിലും സന്തോഷത്തിന്റെ ഒരു അടയാളമാണ് ഈ കുരുത്തോല പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് സ്വർഗത്തിലെ ഒരു കാഴ്ചയെ കുറിച്ച് നമ്മള് വെളിപ്പാടില് കണ്ടില്ലേ? 7-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് യെരുശലേമിനെ നോക്കി ക്രിസ്തു കരയുന്നതിനെ കണ്ടു അല്ലെ? പിന്നെ അത് കഴിഞ്ഞ് മൺഡേ എന്താണ് സംഭവിച്ചത്? അത്തിയെ ശപിക്കുന്നു. പിന്നെ ദേവാലയം ക്ലെൻസിങ് ഓഫ് ദ ദേവാലയം കണ്ടു അല്ലെ? പിന്നെ ട്യൂസ്ഡേ എന്താണ് സംഭവിച്ചത്? ട്യൂസ്ഡേ ദിവസമായിരുന്നു. കർത്താവിനെ ഏറ്റവും വിധവ കാശിന്റെ കാര്യമൊക്കെ കർത്താവ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ആ ദിവസമാണ് ഏറ്റവും ബിസി ആയിട്ടുള്ള ദിവസം. രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, തന്റെ അടുക്കൽ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് ഉത്തരം കൊടുത്തു, പരീക്ഷന്മാരും മേലധികാരും ഒക്കെ വന്നു യേശുവിന്റെ അടുത്ത്. ആ ദിവസമായിരുന്നു എല്ലാവർക്കും. പിന്നെ ഒരു മലയിൽ നിന്ന് പ്രസംഗിച്ച 24 മുതൽ 25 വരെ അധ്യായങ്ങൾ, തന്റെ വരവിന്റെ അടയാളങ്ങളൊക്കെ കുറിച്ച് അവിടെ പറയുന്നത് നമ്മുടെ കാണുവാനായിട്ട് സാധിക്കും അല്ലെ? അപ്പോൾ യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ച ഒത്തിരി ക്രൂഷ്യലായിട്ടുള്ള ആഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മളും ആ ആഴ്ചയെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ കൂടുതലായിട്ട് വായിക്കണം. വായിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ ഒരു മനസ്സ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് മാനസികമായിട്ടൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നില്ല, ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം അവസാനത്തെ ആഴ്ച യേശു ക്രിസ്തുവിന്റെ ഒരു ഫീലിങ്സ് എന്തായിരിക്കും? ഈ ലോകത്തിന്റെ പാപമൊക്കെ ഞാൻ ചുമന്ന് തീർക്കുന്ന ആ ദിവസം വരുന്നത്, എനിക്കുള്ളവരൊക്കെ ഞാൻ വിട്ടിട്ട് ഈ ലോകം വിട്ടു പോവുകയാണ് എന്നുള്ള ആ ചിന്തയൊക്കെ യേശു ക്രിസ്തുവിന്റെ മനസ്സിലൊക്കെ വന്നു കാണും അല്ലെ? ചിന്ത ഉണ്ടായിരുന്നു. അതെ, ശിഷ്യന്മാർക്ക് കുറിച്ച്, ദേവാലയത്തെ കുറിച്ച്, യെരൂശലേമിലെ നാശത്തെ കുറിച്ച്, അതെ, ഇതെല്ലാം ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചു. അതെ, കൂടെ ഇരുന്നവർക്ക് അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? അയ്യോ, ഞങ്ങൾ ഓർത്ത് വലിയൊരു രാജാവാണെന്നൊക്കെ ഓർത്ത്, പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാണല്ലോ എന്നുള്ളൊരു ആ ഒരു മനസ്സല്ലേ കൂടെ ഇരിക്കുന്നവരുടെയും ആ ഒരു ഫീലിങ്സ് ഒക്കെ നമ്മൾ ഓർത്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സ്ഥിതി എന്ന് നമുക്ക് ആ ഒരു ചിന്തയോട് തന്നെ നമുക്ക് ഈ ആഴ്ച ഫുള്ളും ഈ പറഞ്ഞിട്ടുള്ള അധ്യായം ഫുള്ളും പഠിക്കാം. അധ്യായം പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ആഴ്ച കൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ച വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തീർക്കാനായിട്ട് പറ്റും. ഇനി കുറച്ചേ ഉള്ളൂ, കാരണം ഇനി ഒരു 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്. അതെല്ലാം നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വേറെ സബ്ജക്റ്റ് ആയി പോകും. അതുകൊണ്ട് അതിനോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചിലപ്പം ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ സബ്ജക്ട്സ് ഒക്കെ കിട്ടിയെന്ന് വരാം. എന്നാലും
മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കും പുതിയൊരു സബ്ജക്റ്റ് ആണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് ദൈവം ഇടയാക്കി. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആക്കിയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഹോംവർക്ക് എഴുതിയ എല്ലാ പ്രിയ ആന്റിമാർക്കും, സിസ്റ്റേഴ്സ്, സഹോദരിമാർക്കും, ചേച്ചിമാർക്കൊക്കെ വളരെ നന്ദി. തുടർന്ന് ഇന്നും ഞാൻ ആരെയും വെറുതെ വിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ അധ്യായങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു. അവസാനത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ, കാരണം ഹോംവർക്ക് തരുമ്പോഴേ വായിക്കണമല്ലോ എന്ന് ഓർക്കുള്ളൂ, അതുകൊണ്ടാണ് തരുന്നത്. യേശു ക്രിസ്തുവിന്റെ 7 സേയിങ്സ് അല്ലെ, ക്രൂശിൽ കടന്ന യേശു ക്രിസ്തു 7 കാര്യങ്ങൾ പറയുന്നില്ലേ, അത് മാത്രം എഴുതിയാൽ മതി, എളുപ്പമുള്ളതാണ്. അത് ഓരോന്നും ഓരോ ഗോസ്പൽസിലാണ്, ഓരോ സുവിശേഷങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ അധ്യായങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ അത് മാത്രം ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ 7 സേയിങ്സ് എഴുതണം. പിന്നെ ഇത് വായിക്കണം. യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ ആഴ്ച നമ്മൾ അവിടെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സ്ഥിതി, അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഒരു ഫീലിങ്സ് എങ്ങനെയായിരിക്കും എന്നുള്ള ആ രീതിയിൽ നമുക്ക് ഈ ഗോസ്പൽസിന്റെ അവസാനം, യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന്റെ അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആ ഒരു ചിന്തയോട് തന്നെ നമുക്ക് വായിക്കാം. തുടർന്നും കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേട്ട എല്ലാ പ്രിയ ആന്റിമാർക്കും ചേച്ചിമാർക്കും നന്ദി പറയുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം, കർത്താവിന് തൈലം പൂശിയ സംഭവം ഒന്നേ ഉള്ളോ അതോ രണ്ടുണ്ടോ? ഞാന് ബുധനാഴ്ച ഒന്ന് നടന്നതായിട്ട് പറയുന്നു. അത് ഏതോ ഞാൻ കൃത്യമായിട്ട് എനിക്ക് പിന്നെ റെഫറൻസ് ഓർക്കുന്നില്ല. അന്നേരം കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ നിന്ന് ഒരിടത്ത് പറയുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് സംഭവമാണോ ഒന്നാണോ എന്നുള്ളതൊന്ന് പറയണേ. വെനസ്ഡേയിൽ വരുന്നെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചായിരുന്നു. വെനസ്ഡേയിൽ അങ്ങനെ ഒരു സംഭവം വരുന്നതായിട്ട് ഒരു കമന്ററിയിൽ ഞാൻ കണ്ടായിരുന്നു. നമുക്ക് അത് അടുത്ത ആഴ്ച ഞാനൊന്ന് ക്ലിയർ ചെയ്യാമേ. പക്ഷെ ചില ബുക്ക് അല്ലെങ്കിൽ ചില ഗൈഡിൽ നോക്കുമ്പോ സാറ്റർഡേ ഈവനിങ്ങിൽ ഉണ്ടായത് ഈ സംഭവം അല്ല എന്നുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാറ്റർഡേ ഈവനിങ്ങിൽ മറിയ കാലില് എണ്ണ ഒഴിക്കുന്നൊക്കെ അത് സാറ്റർഡേ നടന്നതാണെന്നാ പറയുന്നത്. ഓക്കെ, നമ്മളത് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ ഒന്ന് നോക്കിയിട്ട് അടുത്ത ആഴ്ച പറയാമേ. പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് നടക്കുന്നത് ബുധനാഴ്ചയല്ലേ? ആണോ? നമുക്കത് അടുത്ത ആഴ്ച പഠിക്കാം. ബുധൻ, വ്യാഴം, വെള്ളി എന്താണ് സംഭവിച്ചത്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പം കൃഷീകരണത്തെ കുറിച്ചാണ്. നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് എല്ലാരും ഒന്ന് വായിച്ചിട്ട് വന്നു. അപ്പൊ പിന്നെ എളുപ്പമായല്ലോ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു ചേച്ചി. താങ്ക് യു എല്ലാവർക്കും. വളരെ നന്ദി സുനിജ. വളരെ വ്യത്യസ്തമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതിനായിട്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേകം സുനിജയെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ പോലെ യേശു കർത്താവിന്റെ പ്രാർത്ഥന 17-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുന്നു. അവിടെ കർത്താവ് ദൈവത്തിന്റെ സന്നിധി പറയുന്നൊരു വാക്കിതാണ്: ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരിലൂടെ ദൈവവചനം കേൾക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു എന്ന് കർത്താവ് പറയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ മറ്റൊരു വശമാണ് നമ്മളവിടെ കണ്ടത്. കാരണം വലിയ ദീർഘവീക്ഷണത്തോടെ തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി, തന്റെ ശിഷ്യന്മാർ മുഖാന്തരം തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന, അപേക്ഷിക്കുന്ന കർത്താവിന്റെ ആ ഒരു ശൈലി. ഒരുപാട് കാര്യങ്ങളിലൂടെ വളരെ വ്യത്യസ്തമായ നിലയിൽ ഇന്ന് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇത്രയും നല്ല ചിന്തകൾ, ആശയങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ, ഞങ്ങളുടെ ചിന്താധാരകളെ തുറക്കുന്ന രീതിയിൽ ഒരു നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സുനിജയോട് നന്ദി പറയുന്നു. നമുക്ക് ദൈവസേനയിൽ നന്ദിയുള്ളവരായിരിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ദൈവമുമ്പാകെ ആയിരിക്കുമ്പോൾ പ്രിയാനി ആന്റി പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ക്ലോസ് ചെയ്യാം. പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലുള്ള സ്നേഹിക്കുന്ന സത്യപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഈ ആഴ്ച ഈ ദിവസം കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് ബൈബിൾ സ്റ്റഡി ചെയ്യുവാനായിട്ട് കൂട്ടിവരുത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചത് അവർക്ക് നന്ദിയോടെ സ്തോത്രം. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ഇങ്ങനെയുള്ള ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കാനായിട്ട് ഇത്രയും സഹോദരിമാരെ ഇന്ന് കർത്താവ് ഈ വയ്യാറായ സമയത്ത് ഒരുക്കി. കർത്താവ് ഭവനത്തിലൊക്കെ പല പ്രതികൂലങ്ങളുണ്ടെങ്കിലും കർത്താവ് നെറ്റിന് ഒരു തടസ്സവും കൂടാതെ ഭവനത്തിനും യാതൊരു ഡിസ്റ്റർബൻസും കൂടാതെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഇത്രയും സമയം ആയിരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. അത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. അതിനുവേണ്ടി കർത്താവ് ഞങ്ങളുടെ പ്രിയ സഹോദരി, ഞങ്ങളുടെ യുവ സഹോദരി സുരിയാഗോഡിനെ ദൈവം ഒരുക്കിയിരിക്കുന്നു. കർത്താവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് കർത്താവെ ഞങ്ങളെ ആ നിലയിലെ ഭംഗിയായ നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് കർത്താവെ അവിടുന്ന് പഠിപ്പിക്കാൻ തന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമിഴ്നാടിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവിടുത്തെ മക്കളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ യുവ സഹോദരി കർത്താവ് പല ശുശ്രൂഷകളും ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മധ്യത്തിലുള്ള പല ശുശ്രൂഷകളും അവർ കുടുംബമായിട്ട് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലവിധമായ കർത്താവ് ഭവനത്തിന്റെ ആവശ്യങ്ങളുണ്ടായിരുന്നു. മാതാവിന്റെ രോഗത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയൊക്കെ നാട്ടിലായിരിക്കാനും കർത്താവ് ആ ഹോസ്പിറ്റലിൽ ഒന്നിച്ച് പോയി ആ ശുശ്രൂഷകളൊക്കെ ചെയ്ത് മാതാവിനെ ഭവനത്തിൽ കൊണ്ടാക്കി കർത്താവ് വീണ്ടും കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് പ്രദേശത്തായിരിക്കാൻ അവിടെ നിലയാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മാതാവിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനും ബലത്തിനുമായിട്ടൊക്കെ നന്ദിയോടെ സ്തോത്രം. പ്രയാസമായ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളുടെ മധ്യത്തിലെ പ്രവർത്തനങ്ങളെ കർത്താവെ എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവയോട് ആ പ്രദേശത്ത് ഒരു വിളക്ക് കത്തുന്ന വിളക്കായിട്ട് ശോഭിച്ചിരിക്കുന്നതോട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് ഇടയായി. കർത്താവ് അതൊക്കെയും വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി പഠിച്ച് കർത്താവ് ഈ നിലയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഇടയാതെ ഓർത്ത് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരിമാരെയും ഞങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളെ കേൾപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്, രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കർത്താവെ ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെ ഇത്രയും സൗകര്യങ്ങൾ അവകാശങ്ങൾ തന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒരു ദിവസങ്ങളിൽ ഞങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ അത് ഓർക്കുവാനും ബൈബിൾ വായിക്കാനും ഒക്കെ കൂടുതലായിട്ട് ഞങ്ങളെ ഇടയാകണം. കർത്താവ് ഞങ്ങളെപ്പോഴും പലപ്പോഴും കർത്താവ് അത് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവ് വചനം പഠിക്കുന്നതിനൊപ്പം തന്നെ ഞങ്ങൾ ദൈവസന്നിധിയിൽ വചനം വായിക്കുന്നവരായി തീരുവാനും ശ്രദ്ധയോടെ മനസ്സിലാക്കുവാനും ഇതൊക്കെ ഇടയാക്കേണ്ടതിന് വേണ്ടി ഞങ്ങളെ തന്നെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. വചനം ഈ ബൈബിൾ സ്റ്റഡിയൊക്കെ ചെയ്യുന്ന മുഖാന്തരം ഞങ്ങൾ കർത്താവ് ഞങ്ങൾ വിവിധ പ്രായക്കാരായ ഞങ്ങളുള്ളത് കർത്താവ് ഞങ്ങളെയൊക്കെയും കർത്താവിന്റെ ആ വലിയ കൃപകളായിട്ട് ഞങ്ങളെ നടത്തണം എന്ന് ഞങ്ങൾ അവിടുത്തെ അപേക്ഷിക്കുന്നു. കർത്താവ് ഇന്ന് കടന്നു പോകുന്ന എല്ലാ സഹോദരിമാരെയും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കർത്താവ് ഇന്ന് കർത്താവ് ആദ്യം പ്രാർത്ഥിച്ച സഹോദരിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പാട്ടുപാടിയ പൈതലിനായിട്ട് സ്തോത്രം. കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർക്ക് നല്ല പാട്ടുകൾ പാടുവാന് കർത്താവ് ഇടയാക്കി ഞങ്ങളെ ഇന്നത് കേൾക്കാൻ ഇടയായതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുരിശിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നില്ല, അവർക്കായിട്ട് സ്തോത്രം. കർത്താവ് ഇതുപോലുള്ളതായ ഈ മീഡിയയിൽ കൂടി ഒക്കെയും കർത്താവ് ഞങ്ങൾക്കൊക്കെയും പ്രയോജനമാക്കി തീർത്തിരിക്കുന്ന സ്തോത്രം. ദൈവം കൊടുത്ത ജ്ഞാനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ അവിടുന്ന് നന്ദിയോടെ ഞങ്ങളെ ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകൾ ഓർത്ത് ഞങ്ങൾ അവരെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ അവരെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകളെയൊക്കെ നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചോദിച്ച് നല്ല പാട്ടുകളൊക്കെ പാടി കർത്താവെ ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ ഇടയായത് ഓർത്ത് സ്തോത്രം. തുടർന്ന് കർത്താവെ കുടുംബത്തിൽ അവർക്ക് ആ അനുഗ്രഹത്തോടു കൂടി അനേക ശുശ്രൂഷകൾ ചെയ്യുവാനും കർത്താവ് ഈ മീഡിയയുടെ പുറകിൽ നിന്നുകൊണ്ട് അനേക ശുശ്രൂഷകൾ കൂടി ഞങ്ങൾക്കൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി തന്നിരിക്കുന്ന ഈ സാഹചര്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഒരു പ്രാവശ്യം കൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെക്കാട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഇനി കർത്താവെ ആഴ്ച ഓരോ ദിവസവും ക്രിസ്ത്യ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലെ മുതൽ വൈകുന്നേരവും നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും അവിടെ അനുഗ്രഹിക്കണം. അതെല്ലാവർക്കും കേൾക്കാനും കർത്താവ് അതിൽ പങ്കുകൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇനി ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള മീറ്റിംഗിൽ കടന്നു വരുന്നവരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളായിരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങളെ അവിടെ കാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഇത്രയും സമയം ഏറ്റൊന്നും തടസ്സമില്ലാതെ ഞങ്ങളെ അവിടുന്ന് കരുതിയല്ലോ കർത്താവെ. പല ക്ലൈമറ്റുകൾ പല രാജ്യത്തുള്ളത് എല്ലാം അനുകൂലമാക്കി തന്ന ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി കരയറ്റുന്നു. കടന്നു വന്ന സഹോദരിമാരെ എല്ലാവരെയും നന്ദി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ബഹുത്തപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. സകലവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു പറഞ്ഞവിടെ കേൾക്കുമാറാകണമേ. എല്ലാവർക്കും നന്ദി. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പോകാം. 9 മണി കഴിഞ്ഞു.
ഡാർലി ആന്റി അവിടെ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? അപ്പൊ ഞാൻ ക്ലോസിംഗ് പ്രെയർ ചെയ്തു. ആ. ചേട്ടനൊക്കെ മുന്നേ ആന്റി ഇവിടെ ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു, അതാ ഞാൻ ചോദിച്ചേ. ആ ഞാൻ വന്ന് ജോയിൻ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാംസന്റെ കയ്യിൽ കൊടുത്ത വേറെ ഫോണില്. ആ ആ ഓക്കെ, ശരി, ബൈ. ബൈ ബൈ.